അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ അഥവാ വാക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തസ്ബീഹ് എന്നത്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നതാണ് തസ്ബീഹ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, തൻസീഹ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ സത്ത എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ദാത്ത് എന്ന് പറയുന്നത്, അത് എല്ലാ രൂപത്തിലുള്ള നഖായിസുകളിൽ നിന്ന്, അതായത് എല്ലാ രൂപത്തിലുള്ള ന്യൂനതകളിൽ നിന്ന് മുക്തമാണ് എന്നത്രേ. അള്ളാഹുവിന്റെ എല്ലാ അഫ്ആലും, എല്ലാ അഖ്വാലും, എല്ലാ അവാമിറും, എല്ലാ നവാഹിയും, അള്ളാഹുവിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ആജ്ഞകളും നിരോധനങ്ങളും എല്ലാം തന്നെ ന്യൂനതകളിൽ നിന്ന്, വൈകല്യങ്ങളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് മുക്തമാണ് എന്ന് വിശ്വസിക്കൽ അത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അവയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ന്യൂനതകൾ ഉണ്ട് എന്ന് ഒരാൾ കരുതിയാൽ തീർച്ചയായും അയാൾ കുഫറിലാണ്. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ പരിപൂർണതയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പുണ്യകരമായ ഒരു പ്രവൃത്തിയുമാണ്. പലപ്പോഴും ദുനിയാവിലുള്ള ഭൗതികമായ ലോകത്തുള്ള പല സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ പല അവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അംഗവൈകല്യമുള്ളവരെ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പരിമിതികൾ ബാധിച്ച ആളുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ന്യൂനതകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇവിടെയെല്ലാം ഖുർആൻ നൽകുന്ന മൊത്തത്തിലുള്ള അടിസ്ഥാനപരമായ ഒരു മറുപടിയുണ്ട്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നു, നിങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. അതായത് അള്ളാഹുവിന്റെ എല്ലാ നടപടിക്രമങ്ങൾക്കും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ തീർച്ചയായും ഒരു ഹിക്മത്ത് ഉണ്ടായിരിക്കും എന്നതാണ്. ആ ഒരു ഹിക്മത്ത് അറിയുവാൻ പലപ്പോഴും നമുക്ക് സാധ്യമാവണമെന്നില്ല. കാരണം വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മൂസാ നബി അലൈഹി ഇസ്ലാമയും ഖദർ അലൈഹി ഇസ്ലാമയും തമ്മിൽ നടന്ന സംഭാഷണം നമുക്കറിയാം. അവിടെ കപ്പലിന്റെ അറ്റത്ത് വന്നിരുന്ന ഒരു കുരുവി കടലിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ആ വെള്ളത്തിന്റെ അളവിൽ മാത്രമാണ്, ആ കടലിലെ വെള്ളവും ആ കുരുവിയുടെ കൊക്കിലുണ്ടായ വെള്ളവും തമ്മിലുള്ള ആ ഒരു അളവിൽ മാത്രമാണ് നമുക്ക് ലഭിച്ച വിജ്ഞാനവും യഥാർത്ഥ അറിവും തമ്മിലുള്ള, അള്ളാഹുവിന്റെ അറിവും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അപൂർണതകൾ ഉണ്ടാകാം, വൈകല്യങ്ങൾ ഉണ്ടാവാം, നമ്മുടെ അറിവിൽ പരിമിതികൾ ഉണ്ടാകാം. ആ പരിമിതികൾ അംഗീകരിക്കുവാനാണ് ഒരു അബ്ദ് എന്ന നിലയിൽ, ഒരു അടിമ എന്ന നിലയിൽ ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടത്. മറിച്ച് നമ്മുടെ അറിവിന്റെ പരിമിതിക്ക് അപ്പുറം കടക്കുകയും അത് ആ ഒരു പരിമിതിയെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ പരിപൂർണതയിൽ നമുക്ക് സംശയം തോന്നുന്നത്. ആ സംശയങ്ങൾ ഇല്ലാതാക്കുവാനാണ് നമ്മൾ തസ്ബീഹ് നിർവഹിക്കേണ്ടത്. ആ രൂപത്തിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.